അയ്യോ എന്തൊരു വൃത്തികേടാണ് ഈ എഴുതിയേക്കണ. എന്താണ് ഒരുത്ത നമ്മുടെ ശീതളേട്ടനെ ട്രോളിയൊക്കെ നോക്കിയേ. എവിടെ കണ്ടാ? കിഡ്നിക്ക് വേണ്ടി നന്മമരം പൈസ ബോംബിട്ടെന്നൊക്കെയാണ് എഴുതിയത്. പേരെന്താ നോക്കി? അവന്റെ പേര് KK കുക്കു. KK കുക്കു അല്ലേ? ഇവനൊക്കെ സ്പോട്ടിൽ പണിയെടുക്കണം, ഇല്ലെങ്കിലൊക്കെ വളർന്നിട്ട് പന്തലിച്ചാളും അവന്റെ തന്തക്കും തള്ളക്കും വിളിക്കണം. അതെ ശ്രദ്ധിക്കണം, ഇതിന്ന് പറഞ്ഞാൽ ഇപ്പൊ കേസാണ്. എന്ത് കേസ്? ഫേസ്ബുക്കില് തോന്നിയ ദിവസം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിയമം പാസ്സായിട്ടുണ്ട്. എടാ പ്യാരി, നമ്മള് വ്യാജ ID കൂടെയല്ലേ ചെയ്യണത്, പിന്നെ നമുക്ക് എന്ത് പേടിക്കാം? എന്നാ കൊടുക്ക. അതല്ല പറഞ്ഞത്. എന്ത് ഇത് അർദ്ധരാത്രി നടു റോഡിൽ നടിക്ക് സംഭവിച്ചത് എന്ത്? എന്താണ്? തുറന്നു നോക്ക്, ലിങ്ക് ഓപ്പൺ ആക്കി. ആ മറ്റേ ഇല്ലല്ലോ. എന്തൊരു കഷ്ടമാണിത്. അവള് രാത്രി കാറിന് പോയപ്പോ ടയറ് പഞ്ചറായി, അപ്പൊ ആരാണ്ട് മാറ്റി കൊടുത്തതാണ് കാര്യം. എപ്പോഴും ഞാൻ തുറക്കണ്ടെന്ന് ഓർക്കും. പക്ഷെ ഈ കഴുത്തിന് കീപ്പോട്ടുള്ള പടം കാണുമ്പേ ഇത് ആരാണെന്ന് അറിയാനുള്ള ഒരു ത്വരയിൽ അങ്ങോട്ട് തുറക്കും. അതെ മൊയ്തുക്ക, ശീതളേട്ടന് പഴയ പോലത്തെ പേരൊന്നുമില്ലാട്ടാ. നല്ല ചീത്തപ്പേരുണ്ട്. 1.5 കൊല്ലം കൊണ്ടല്ലേ പുള്ളി പടർന്ന് പന്തലിച്ച് ഇത്രയും വലിയ നന്മപരമായത്. രാഷ്ട്രീയക്കാർക്കും അസൂയുണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. കണ്ടോ, ഈ ചാഞ്ഞ മരാകുമ്പോഴേ പാഞ്ഞു കയറാൻ എളുപ്പമാണ്. അതാണ്. ഇന്നൊരു വീഡിയോ ചെയ്യാണ്ടെന്ന് പറയുന്നുണ്ട്. വരുന്നുണ്ടോ? കാസർഗോഡ് എന്റെ മൊബൈൽ എടുക്കാട്ടോ. മൊബൈൽ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവും. പുള്ളി ഇങ്ങോട്ട് വരട്ടെ ഒന്ന്. പിന്നെ ഞാൻ വേറൊരു പാട്ട് എഴുതി ചെയ്യുന്നു. ശീതളേട്ടനെ പറ്റിയാ? മൂപ്പർക്ക് ഭയങ്കര ഇതുണ്ടാക്കും. മൂപ്പർക്കൊട്ടരെ പാടിപ്പിക്കണം നമുക്ക്. വരട്ടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ശരി ശരി. അതൊന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോളി. നാം വന്നിട്ടേ ഒക്കെ ശരിയാക്കി തരുന്നത് കേട്ടോളി. ശരി വെക്കി. ആവട്ടെ ശരി. പോവാ നേരില്ല. അല്ല, ഇന്ന് എവിടുക്കാ പോണ്? എടാ, ആ മാതാപിതാക്കൾ മരണപ്പെട്ടില്ലേ, ആ അനാഥകളായ 2 മക്കളില്ലേ, ഇന്നലെ പറഞ്ഞേ, അവറ്റുള്ള വീടിന്റെ കാര്യത്തിനേ അതൊന്നും നമ്മൾ ചെന്ന് ശരിയാക്കി കൊടുക്കണത്. അതിലൊന്നും ഇടപെടേണ്ട ശീതളേട്ടാ. എന്താണ്? ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് തൂങ്ങിയിട്ടുണ്ട്, അത് കൊടുക്ക ഇത് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. എടാ, അതൊക്കെ വെറും പ്രഹസനാണ്. വെറുതെ അവിടെ ചെന്നിട്ട് അവര് ഫേമസ് ആവാൻ നോക്കുകയാണ്. നമ്മളതാണ്, നമ്മൾ ഈ വീട് അയച്ചു കൊടുത്താൽ അവറ്റകൾക്ക് എന്തെങ്കിലും കിട്ടും, അവറ്റകൾ ജീവിക്കട്ടെ. അപ്പൊ കൊടുക്കുമ്പോ ഒന്ന് എടുക്കണ്ടേ? എന്താണ്ട നായ നീ പറഞ്ഞ അവർക്ക് കൊടുക്കണം, നമ്മൾ എടുക്കാണ്. അല്ല, കാശ് എടുക്കണ കാര്യമല്ല, അത് കൊടുക്കണതൊന്ന് വീഡിയോ എടുക്കണ്ടേന്ന്. പിന്നെ വീഡിയോ എടുക്കാണ്ട് വീഡിയോ എടുത്തിട്ട് അയച്ചാലല്ലേ ആൾക്കാർ കാശ് അയക്കുള്ളൂ. അവർക്ക് ആ കാശ് കൊടുക്കണോണ്ടാണ് നമ്മൾ നേരെ നിൽക്കുന്നത്. അതാ ഞാൻ എന്താണ് ശീതളേട്ടാ, ഈ മൊയ്തൂക്ക ശീതളേനെ പറ്റി ഒരു ഭക്തിയാനം എഴുതിയിട്ടുണ്ട്. ഭക്തിയാനം അല്ല, ഇങ്ങനെ പൊക്കിയിട്ട് ഒന്നും ഇല്ലാത്തതില്ല, എല്ലാം ഉള്ളത് തന്നെ. ഞാൻ പറയാം. എന്താണ്? അല്ല ശീലട്ടാ, നിങ്ങളിപ്പോ ചെയ്യുന്ന ഈ സൽപ്രവൃത്തി ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റിയിട്ട് ഞാനൊരു പാട്ട് എഴുതിയതാ. ഞാൻ തന്നെ ഈണോ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പാടിയിട്ട് നിങ്ങളിത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാവും. ഉറപ്പാ. എന്താണത്? മുത്താണ് പൊന്നാണ് ശീതളേട്ടൻ, കൽക്കണ്ട കനിയാണ് ശീതളേട്ടൻ, ആലംബമില്ലാത്തായിരങ്ങൾക്ക് താങ്ങായി തണലായി ശീതളേട്ടൻ. ഇത് പല്ലവി മാത്രമാണ്, നീ അനുപല്ലവിയും ചരണം വരൂ. സംഭവം സൂപ്പറാവും. അതിന് ഉൾപ്രാവശ്യം കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ഇതെങ്ങനെ ഞാൻ പാടുന്നത്? ഞാൻ പാടി ശരിയാവില്ല. അത് ശീതളേട്ടൻ നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ തന്നെ എങ്ങനെ പാടുന്നത്? അത് നീ പാടുക നല്ലത്. അല്ല, ശീതളേട്ടൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. സംഭവം സൂപ്പർ അല്ലേ? സൂപ്പറാണ്, നല്ലതാണ്. അടിപൊളി സ്റ്റൈലുള്ള എന്താ പാടിയിട്ടിരിക്കാണ് ഞാനാ വണ്ടി ഓടിക്കണത്. ആ പാട്ടിന്റെ ടെംപ്ടേഷനിൽ മാറിപ്പോയി. ശീതളേട്ടൻ ഇവിടെ ഇരിക്കും. അയ്യോ, എന്തൊക്കെയാ ഈ ആളുകൾ എഴുതി നിറച്ചിട്ടുള്ളത്. അതെ, നമ്മുടെ ന്യൂസിനേക്കാൾ നല്ലത് ഈ ആളുകളുടെ കമന്റ്സ് വായിക്കുന്നതാ. ആ കമന്റ് പൂര തെറിയാണ്. തെറിയാണെങ്കിൽ എന്താന്നേ, അതൊരു പ്രാസമൊക്കെ ഉണ്ട് വായിക്കാൻ, ഒരു സുഖമുണ്ട്. സാറേ, ഇത് ചീത്ത വിളിച്ചേക്കുവാ. ആരെ? സാറിനെ. എന്നെയോ? ആ അതെ. അല്ല, ഇനിയിപ്പോ ആളുകൾ ചീത്ത വിളിച്ചു എന്ന് വെക്കി,
നമ്മൾ എന്തിനാ അത് നോക്കണത്? നമ്മുടെ ന്യൂസുകളുടെ ലിങ്ക് ആളുകൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ? അതുപോലെ അതെ 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 അപ്പൊ നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ നമ്മുടെ ന്യൂസ് കാണുന്നുണ്ട്. ഉവ്വ് മന്മത, ഇതാ ഹിന്ദിയിൽ എന്തൊക്കെ അത് തന്നെ ആ കമന്റ് അതെന്താന്ന് അറിയാമോ സാറേ? എന്താ മാം പിതാ അത് തന്നെ സാറിന്റെ അപ്പനെ അമ്മേനെയും പറഞ്ഞേക്കുന്നത്. സാറിന്റെ തന്തനെ തട്ടാനും വിളിച്ചേക്കണത് ഹിന്ദിയില്. ഓ, തന്തി നല്ല വിളിച്ചാൽ എന്ത്, ഉത്തരേന്ത്യക്കാരൊക്കെ കാണുന്നുണ്ടല്ലോ. അതുപോലെ മതി മതി മതി, പിന്നെ അത് മതിയല്ലോ. കറക്റ്റ് അത് തെറിയ. സാറേ, ഓ, നമ്മുടെ ഈ പടക്ക ന്യൂസിന്റെ തലക്കെട്ടേ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഓ, ഇപ്പൊ ഇന്നലെ നമ്മൾ ഇട്ട ന്യൂസില്ലേ, ആ യുവനടിക്ക് അർദ്ധരാത്രിയിൽ നടുറോട്ടിൽ വെച്ച് സംഭവിച്ചത് എന്ത്? മന്മത, ഈ ന്യൂസിന്റെ ടൈറ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ തനിക്ക് എന്താ തോന്നിയത്? ഞാൻ കരുതി നടിയെ ഇന്നലെ രാത്രി കുറെ ചെറുപ്പക്കാർ ചേർന്ന് പീഡിപ്പിച്ച് ആകെ പ്രശ്നമായി, അങ്ങനെ ഒരു സംഭവമാണ് പ്രതീക്ഷിച്ചത്. അല്ലേ? അതെ അതെ. ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ തോന്നും. പക്ഷെ സത്യത്തിൽ അതല്ലല്ലോ. എന്താ വാർത്ത? നടി അർദ്ധരാത്രി കാർ ഓടിച്ചു വന്നു, ടയർ പഞ്ചറായി, ഏതോ ഒരു തെണ്ടി സഹായിച്ചിട്ട് ഈ കാറിന്റെ ടയർ മാറ്റിയിട്ടു, അവര് വണ്ടി എടുത്തിട്ട് പോയി. ഈ വാർത്ത നമ്മൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും വായിക്കുമോ? ആരെങ്കിലും ലിങ്ക് ഓപ്പൺ ചെയ്യോ? ഇല്ലല്ലോ. ഇതിപ്പോ ഇന്നലത്തെ ഒറ്റ രാത്രി കൊണ്ട് 2 മില്യൺ വ്യൂസ് ആണ്. മണ്ടു, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ന്യൂസില്ലേ, അതിന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കി, മന്മഥൻ കേൾക്കട്ടെ. താരദമ്പതിമാർക്കിടയിലേക്ക് പുതിയൊരു അതിഥി കൂടി, സന്തോഷത്തിൽ അവർ ആരാധകർ ഞെട്ടിത്തരിച്ചു. മന്മഥൻ എന്ത് തോന്നി? അല്ല സാറേ, അത് ഏത് താരദമ്പതികൾക്ക് കുഞ്ഞ് ജനിച്ചത്? ഓ, ഒരു താരദമ്പതികൾക്ക് ഒരു കുഞ്ഞും ജനിച്ചില്ല. ആ ദമ്പതികളെ ഒരു ചാവാലിപ്പട്ടി അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ഇത്രേ ഉള്ളൂ കഥ. അതെ, അവര് പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് കാണുമോ? അതില്ല. ഇതിപ്പോ എല്ലാവന്മാരും ലിങ്ക് ഓപ്പൺ ചെയ്ത് കണ്ടോളൂല്ലോ. സാറേ, അത് പറഞ്ഞപ്പോ എനിക്കൊരു ഹെൽപ്പ് വേണം. ലീവില്ല. അല്ല അതല്ല പിന്നെ സാറേ, ഞാനിപ്പോ അഭിനയിച്ച ഷോർട്ട് ഫിലിമില്ലേ നായകനായിട്ടുള്ള, അത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കി സാറേ. ഒരു മനുഷ്യനും കാണാനില്ല. അത് കാണൂലല്ലോ. ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം അതിനകത്ത് വെച്ചിട്ടുള്ള നിന്റെ മുഖം ഉണ്ടല്ലോ, അത് ഇവിടുന്ന് എടുത്തു മാറ്റണം. എന്നിട്ട് അതിനെ അഭിനയിച്ച നായികയുണ്ട്, അവള് കൊള്ളാം. അവള് കുളിമുറിയിലേക്ക് കയറി പോകുന്ന ഒരു സീനുണ്ടല്ലോ അതില്, ഇല്ലേ? ആ കുളിമുറിയിലേക്ക് കയറി പോകുന്ന സീനിന്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അത് ഫോട്ടോ ഇട്ട് വെക്കുക. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു കുറിപ്പും കൊടുക്കുക, നായിക നടിക്ക് കുളിമുറിയിൽ സംഭവിച്ചത് എന്ത്. സാറേ, അതിന് ആ നടി ഒരു പാറ്റ കണ്ട് കുളിമുറിയിൽ നിന്ന് എടുത്തടി ഓടണല്ലേ അതിനകത്ത് സീന്. ഈടെ ഇത് നിനക്കും എനിക്കും അറിയാം, പക്ഷെ നാട്ടുകാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. നീ പറഞ്ഞ പോലെ ചെയ്തു നോക്ക്, അപ്പൊ കാണാം വ്യൂസിന്റെ കാര്യം മാറുന്നത്. എന്നാലും സാറിന്റെ ബുദ്ധി അപാരം തന്നെ കേട്ടോ. മറിമായം